ചില ആളുകളുണ്ട് അവരെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടാവും. അതുപോലെ തന്നെയാണ് ചില റെസിപ്പികളും. ഒറ്റ കാഴ്ചയിൽ തന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഇഷ്ടപ്പെട്ടു പോയൊരു റെസിപ്പിയാണ് ഇന്നത്തേത്. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 5 ഗ്രാം ചൈന ഗ്രാസ് ഇട്ട് കൊടുത്ത് ചെറു തീയിൽ വെച്ച് നന്നായി മെൽറ്റായി വരുമ്പോൾ 1 ഗ്ലാസ് കരിക്കിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് കൊടുത്ത് ഇളക്കി അലിയിപ്പിച്ച് ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്ത് അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം. ഇനി ഇത് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും സെറ്റായിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഒരു പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ വെള്ളം ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ചവ്വരി ഇട്ട് കൊടുത്ത് നന്നായി തിളപ്പിച്ച് വെന്ത് കഴിയുമ്പോൾ അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് അരിച്ച് ചവ്വരിയിലെ പശയെല്ലാം പോയി ഈ ഒരു പരുവത്തിൽ അരിച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചീവിയെടുത്ത കരിക്കിൻ്റെ കാമ്പിട്ട് കൊടുത്ത് കരിക്കിൻ്റെ വെള്ളവും ഒഴിച്ച് തരിയില്ലാതെ അരച്ചെടുക്കാം. അരച്ചെടുത്ത കരിക്കിൻ്റെ പൾപ്പ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ വെള്ളവും ചൈന ഗ്രാസ് മിക്സ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇതിന് ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത ക്യൂബ്സ് കരിക്കിൻ്റെ പൾപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി വേവിച്ച് വെച്ച ചവ്വരിയും ചേർത്ത് മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീമും ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി കരിക്ക് പുഡിങ് റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.